ഏതെങ്കിലും ഒരു സഖ്യം ഒരാളെ തീരുമാനിച്ച് അയാൾ അവിടെ വരികയാണെങ്കിൽ അത് ഡെമോക്രസി അല്ല, എലക്ഷൻ അല്ല, അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നടക്കുന്നത്. ഡെമോക്രസി ഇല്ലാതെയായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ ജാനുവരി 15 നടക്കാൻ പോകുന്ന സിവിക് പോളിൽ മഹായുതി സഖ്യത്തിന്റെ 68 കാൻഡിഡേറ്റ്സ് ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു. ഒരു വ്യക്തി പോലും വോട്ട് ചെയ്യാതെയാണ് ഈ 68 കാൻഡിഡേറ്റ് ജയിച്ചിട്ടുള്ളത്. ഈ മഹായുതി സഖ്യം എന്ന് പറയുന്നത് മേജർ പാർട്ടീസ് ഉള്ളത് ഒന്ന് BJP ആണ്, രണ്ടാമത് ശിവസേന, പിന്നെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. ഇവർ 3 പേരാണ് മേജർ പാർട്ടീസ് ഈ മഹായുതി സഖ്യത്തിന്റെ. ഇതിലിപ്പോൾ ഒപ്പോസിഷൻ ഒന്നും ഇല്ലാതെയാണ് ഈ 68 കാൻഡിഡേറ്റ്സ് അവിടുന്ന് ജയിച്ചിട്ടുള്ളത്. ജയിച്ചെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ ഓപ്പോസിഷൻ ഇല്ല, അപ്പോൾ പ്രഖ്യാപിക്കും. ഇതിൽ മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്ന സിവിക് പോളിൽ 2869 സീറ്റാണ്. അതിൽ 44 BJP കാൻഡിഡേറ്റ്സും അതുപോലെ 22 ശിവസേന കാൻഡിഡേറ്റ്സ്, പിന്നെ NCPയുടെ 2 കാൻഡിഡേറ്റ്സ്, അങ്ങനെ മൊത്തത്തിൽ 68 കാൻഡിഡേറ്റ്സ് ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു. കല്യാൺ ഡോംബി വാലി മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് ഏറ്റവും കൂടുതൽ ഒപ്പോസിഷൻ ഇല്ലാത്ത 22 കാൻഡിഡേറ്റ്സിന് അവിടെ ഒപ്പോസിഷൻ ഇല്ല. ഈ ഏരിയ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര BJP പ്രസിഡന്റിന്റെ ഒരു ഏരിയ ആണ്. അതുപോലെ പല സ്ഥലങ്ങളിലും BJPയുടെ മെയിൻ ആളുകളുള്ള സ്ഥലങ്ങളിലാണ് ഇതുപോലെ ഒപ്പോസിഷൻ ഇല്ലാതെ ഇപ്പോൾ കാൻഡിഡേറ്റ്സ് വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വിഡ്രോവൽ ഒക്കെ നടന്നിട്ടുള്ളത് ഏറ്റവും അവസാന സമയമാണ്, ലാസ്റ്റ് മിനിറ്റ് ആണ് പല വിഡ്രോവൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ വളരെയധികം സംശയമാണ് ആ ഒരു വിഡ്രോവൽസിനുള്ളത്. ഒപ്പോസിഷൻ പറയുന്നത് ഒന്നെങ്കിൽ സെറ്റിൽഡ് വിത്ത് റിവൽ കാൻഡിഡേറ്റ് ത്രൂ ത്രെറ്റ്, ഭീഷണിപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ സ്വാധീനിച്ചിട്ട് പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ നൽകി ബ്രൈബ് ചെയ്തിട്ടാണ് ഈ ഒരു വിഡ്രോവൽ ഒക്കെ നടത്തിയിട്ടുള്ളത് എന്നാണ് ഒപ്പോസിഷൻ പറയുന്നത്. ഒപ്പോസിഷനിൽ മെയിൻലി ഇപ്പോൾ ഒപ്പോസിഷൻ പറഞ്ഞിട്ടുള്ളത് ശിവസേന UBTയുടെ സഞ്ജയ് റൌത്ത് ആണ്. അവർ എക്സിൽ പറഞ്ഞിട്ടുള്ളത് റിട്ടേണിംഗ് ഓഫീസറോട് വിഡ്രോവൽ നോമിനേഷൻ ലൈറ്റ് നൈറ്റ് 3 മണിക്ക് ശേഷവും അക്സെപ്റ്റ് ചെയ്യാമെന്ന് റിട്ടേണിംഗ് ഓഫീസേഴ്സിന് ഉത്തരവ് ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ ശിവസേന UBTയുടെ മറ്റൊരു MP ആയിട്ടുള്ള പ്രിയങ്ക ചതുർവേദി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഒരു ഒപ്പോസിഷൻ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ വിഡ്രോ ചെയ്യാനുള്ള റീസൺ ആണ് ഇവരിവിടെ പറയുന്നത്. ഒരുപക്ഷെ ഒന്നെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും, ത്രെറ്റ് ഓഫ് ED, CBI ഓർ ബൈ ബ്രൈബിംഗ് ദം, അതായത് EDയോ അല്ലെങ്കിൽ CBIനോ വെച്ചിട്ട് ത്രെട്ടൺ ചെയ്തിട്ടുണ്ടാവും ഇവരെയൊക്കെ അങ്ങോട്ട് കയറ്റുമെന്നാണ്. അത് നമുക്ക് കുറച്ചും കൂടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, റീസൺ ആണ്. പിന്നെ ഒന്ന് ബ്രൈബ് ദം, അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും പണമോ എന്തെങ്കിലും ഓഫർ കൊടുത്തിട്ട്. ഇവരിവിടെ പറയുന്നത് ഇങ്ങനെ വിക്ടറി, ജയം ഇങ്ങനെ വാങ്ങിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ നിൽക്കുന്നത്? അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും സ്റ്റേ ക്വയറ്റ് ഓൺ ദിസ്, ഇതിൽ ഒരു കാര്യവും പറയാത്ത എന്നാണ് ഈ ഒരു MP പറഞ്ഞിട്ടുള്ളത്. ഇവർ മാത്രമല്ല MNS ലീഡർ ആയിട്ടുള്ള അവിനാഷ് ജാദവ് പറഞ്ഞിട്ടുള്ളത് വൈ ഡു യു ഹെൽഡ് പോൾസ് ഇഫ് യു വാണ്ട് ടു വിൻ ദം ബിഫോർ വോട്ട്, വോട്ടിന് മുൻപ് ജയിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു പോൾ നടത്തേണ്ട ആവശ്യം? ബോത്ത് റൂളിംഗ് പാർട്ടി ഷുഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്സ് എമംഗ് ദംസെൽവ്സ്, അവർക്ക് തമ്മിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഈ റൂളിംഗ് പാർട്ടിക്ക് അവർ തമ്മിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ പോരെ. ഡെമോക്രസി ഹാസ് എൻഡഡ് ഇൻ ഇന്ത്യ ആൻഡ് ദ സ്റ്റേറ്റ്. They stopped weak candidates of the opposition and got their work done. ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് നമുക്കറിയാം 68 സീറ്റുകളാണ് ഒപ്പോസിഷൻ ഇല്ലാത്തത്. ഒപ്പോസിഷൻ ഇല്ലാത്തതല്ല, ഒപ്പോസിഷൻ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ പലരും വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്ത് 68 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സീറ്റിൽ ഇപ്പോൾ ഒപ്പോസിഷൻ ഇല്ല, അവർ വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പിന്നെ ഇവിടെ എന്തിനാണ് ഒരു ഇലക്ഷൻ നടത്തേണ്ട കാര്യം എന്താ? ഇവിടെ ജനങ്ങൾക്ക് എന്ത് റോളാണുള്ളത്? ജനങ്ങളെ ഭരിക്കേണ്ടത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകളാവണം. ഇവിടെ ഏതെങ്കിലും ഒരു സഖ്യം തീരുമാനിച്ച ആളുകളാണ് ഇപ്പോൾ ജനങ്ങളെ ഭരിക്കാൻ പോകുന്നത്. ഒരു വോട്ട് പോലും ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതെയാണ് ഈ 68 സീറ്റിലുള്ള ഈ 68 കാൻഡിഡേറ്റ്സ് ഇപ്പോൾ ജയിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് തൽക്കാലം ഈ റിസൾട്ട് ഡിക്ലെയർ ചെയ്യരുത് എന്നാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം ഡിക്ലെയർ ചെയ്താൽ മതി എന്നാണ്. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാനേ പാടില്ല. അത് ഈ ഇലക്ഷൻ തന്നെ ആ 68 സീറ്റിലുള്ള ഇലക്ഷൻ ക്യാൻസൽ ചെയ്തിട്ട് അവിടെ വീണ്ടും ഇലക്ഷൻ നടത്തുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. അല്ലാതെ
ഏതെങ്കിലും ഒരു സഖ്യം ഒരാളെ തീരുമാനിച്ച് അയാൾ അവിടെ വരികയാണെങ്കിൽ അത് ഡെമോക്രസി അല്ല, എലക്ഷൻ അല്ല, അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നടക്കുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നില്ല. അവിടെ ഈ ഒരു സഖ്യം തീരുമാനിച്ചു ഇയാൾ അവിടെ വന്നാൽ മതി, അപ്പോൾ അയാളെ ഈ സഖ്യം അവിടെ അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതല്ല. അവരൊരിക്കലും റെപ്രസെന്റേറ്റീവ് ആവില്ല, അവരൊരിക്കലും എലക്ഷന്റെ ഭാഗവുമാവുന്നില്ല, ഡെമോക്രസിന്റെ ഭാഗവുമാവുന്നില്ല. ദേ ആർ നോട്ട് റെപ്രസെന്റേറ്റീവ് ഓഫ് പീപ്പിൾ. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ഒരു ഹൈ ലെവൽ ജുഡീഷ്യൽ കമ്മീഷൻ അവിടെ അന്വേഷണം നടത്തണം. അതിനുശേഷം അവിടെ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ 68 കാൻഡിഡേറ്റ്സിനെയും ഒഴിവാക്കി പുതിയൊരു ഇലക്ഷൻ അവിടെ നടത്തണം. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തണം. ഇതൊരിക്കലും ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആയി തോന്നുന്നില്ല. കാരണം 68 സീറ്റിൽ ഒപ്പോസിഷൻ ഇല്ല എന്ന് പറയുമ്പോൾ 1-2 സീറ്റ് നമുക്ക് ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ 68 സീറ്റുകളാണ് ഒപ്പോസിഷൻ ഇല്ലാത്തത്. അപ്പോൾ ഒരിക്കലും ഇതൊരു ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ ആവില്ല. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കണം. ഒപ്പോസിഷൻ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഭയവും തോന്നാതെ അവിടെ മത്സരിക്കാനാകണം. അല്ലാതെ ഒരു സഖ്യം ആളുകളെ തീരുമാനിച്ചു അവർ മത്സരിച്ചാൽ മതി, അവർ ജയിച്ചാൽ മതി. ഇതൊരു അപ്പോയിന്റ്മെന്റ് ആണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.